ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത് ഒരു പാസ്റ്റയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രത്തിലേക്ക് പാസ്ത വേകാനുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ പാസ്ത നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഒരു സ്പൂണോ ഒരു തവിയോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാസ്തയൊക്കെ ഇച്ചിരി കട്ടയായി പോകും. അപ്പം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച്, ഞാനിവിടെ ബട്ടറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യാണേലും ഓക്കെ, ഇല്ലെങ്കിൽ ഓയിലാണല്ലോ ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, ഉള്ളി, പിന്നെ പച്ചമുളക്, ഇത്ര സാധനം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി വേവിക്കരുത്, ഒരു പകുതി വേവ് ആയാൽ മതി കേട്ടോ. ഇപ്പം ഞാനൊരു അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ മൈദയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരും, പിന്നെ ആ ഒരു മഞ്ഞ നിറത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മൾ വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്, പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം ഒരു പാസ്തയുടെ പാക്കറ്റിൻ്റെ പകുതിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. പാൽ ഒഴിച്ചു കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കണം, കട്ടയൊക്കെ കട്ടാതെ നന്നായിട്ട് അതിനെ ഇളക്കിയെടുത്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കത് ക്രീമി ആയിട്ട് കിട്ടും. അന്നേരം നമുക്കതിലേക്ക് നമ്മൾ മുമ്പ് പകുതി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാസ് സിമ്മ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒരു ക്രീമി തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു മുളകിനെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഒത്തിരി കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കത് കുറച്ച് ലൂസായി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.